പിന്നെ ഇവിടുത്തെ ഒരു മുതലാളിയെ കൊണ്ടുവന്ന് അയാളുടെ സമ്പത്ത്, അയാളുടെ ഗ്രൗണ്ട്, അയാളുടെ ഇതൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തെ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ അവിടെ പാട്ട് അവിടെ വൈത്ത് ഞാൻ സംഭവം ഒരു സെൻറ്റ് ഭൂമി സർക്കാരിന് കൊടുത്തിട്ടില്ല കേട്ടോ. SDPIക്കാർ ഇവരെ പറ്റിച്ചതുപോലെ ഈ സാധുക്കൾ മനസ്സിലാക്കുന്ന കുറേ കഴിഞ്ഞിട്ടാണ്. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, SDPI കിട്ടിയ വോട്ട് ഞങ്ങൾ CPMൻ്റെ പെട്ടിയിലേക്ക് ഇടാൻ പോവുകയാണ് എന്നുള്ളത് അവരെന്നെ സമ്മതിക്കുന്നുണ്ട് കൃത്യമായിട്ട്. എന്നെ എതിർക്കാൻ SDPI എൻ്റെ 4 തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അഹമഹി മികയ എനിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു SDPI എടുത്തത്. പക്ഷേ SDPI ആയ ഒരു സ്ഥാനാർത്ഥിനെ തന്നെ മത്സരിക്കാൻ കിട്ടിയത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. അവരുടെ ചിഹ്നം ആ ഒരു ത്രില്ല് ഇപ്പം എനിക്കുണ്ട്. എനിക്ക് UDF എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെക്കാളും വിശ്വാസമുള്ളത് അസംതൃപ്തമായ ഒരു ലെഫ്റ്റ് കമ്മ്യൂണിറ്റിനെയാണ്. മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവും വേങ്ങര മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ KM ഷാജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാജിക്ക് സ്വാഗതം. പിന്നെ KM ഷാജിക്ക് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ളൊരു മത്സരം എന്നുള്ളത് പുതുമുള്ള കാര്യമല്ല. ഇതിനു മുമ്പ് അഴീക്കോട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് മത്സരിച്ച ഒരാളാണ്. അതിൽ ഒരുപാട് മത്സരങ്ങൾ നടത്തി പോരാടി നേടിയ വിജയങ്ങളായിരുന്നു. പിന്നെ അപ്പോൾ ആ മത്സരങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ മത്സരം കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം പാർട്ടിയുടെ ഒരു ഉരുക്ക് കോട്ട എന്ന് പറയുന്ന വേങ്ങര പോലത്തെ ഒരുപാട് ഒരു ഈസി വാക്ക് ഓവർ ആയ ഒരു മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഫൈറ്റും ഇന്നത്തെ ഫൈറ്റും അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് നിലവിലെ മത്സരത്തിൽ? ഞാൻ വേങ്ങരയിൽ വരുമ്പോഴേ CPM പ്രതീക്ഷിക്കാത്തൊരു വരവാണ്. എവിടെയെങ്കിലും തന്നെ പൂർണ്ണാർത്ഥത്തിൽ പിടികൂടാൻ ഉള്ള എല്ലാ ആയുധങ്ങളും സംഭരിച്ചു വെച്ചിട്ടാണ് CPM ശ്രമിച്ചിരുന്നത്. അതറിഞ്ഞിട്ടാവാൻ നേതാക്കന്മാർ എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ നിയമസഭയിൽ നമ്മൾ ഉണ്ടാവണമെന്ന നേതാക്കന്മാരുടെ നിർബന്ധ ബുദ്ധിയാണ് എന്നെ വേങ്ങരയിൽ കൊണ്ടുവരുന്നത്. സത്യത്തിൽ അതോടുകൂടി CPMന് സംഭവിച്ചത് എന്താ വെച്ചാൽ അവരുടെ ആയുധം നഷ്ടപ്പെട്ടു പോയി. അവർ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊള്ള വരാനാണ് മലപ്പുറത്തേക്ക് വരുന്നത്. രസകരമായ കാര്യം എന്താ വെച്ചാൽ രാഷ്ട്രീയം ഇല്ലാതായി. എവിടെ വേങ്ങരയിൽ രാഷ്ട്രീയം പറയാനില്ല. പിന്നെ ഇവിടുത്തെ ഒരു മുതലാളിയെ കൊണ്ടുവന്ന് അയാളുടെ സമ്പത്ത്, അയാളുടെ ഗ്രൗണ്ട്, അയാളുടെ ഇതൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തെ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ അവിടെ പാട്ട് അവിടെ വൈത്ത് ഞാൻ സംഭവം ഒരു സെൻറ്റ് ഭൂമി സർക്കാരിന് കൊടുത്തിട്ടില്ല കേട്ടോ, സ്വന്തം ഭൂമിയാണ്. അതിൻ്റെ ഒരു ഷോ CPM പോലൊരു പാർട്ടി അതിനെ സ്പോൺസർ ചെയ്യുക. എന്നിട്ട് SDPIക്കാർ ഇവരെ പറ്റിച്ചതുപോലെ ഈ സാധുക്കൾ മനസ്സിലാക്കുന്ന കുറേ കഴിഞ്ഞിട്ടാണ്. കാരണം മലപ്പുറം ജില്ലയിലും പുറത്തുള്ള എല്ലാ SDPIക്കാരും വാങ്ങിയ ചിഹ്നം തന്നെ ഈ സാധുവിനും ഇവിടെ വാങ്ങിക്കൊടുത്തു. കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, SDPIയുടെ പിന്തുണയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ 15,000 വോട്ട്, ഇത്തവണ CPMൻ്റെ വോട്ട്, അത് രണ്ടും മെർജായാൽ സംഭവമാണെന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. SDPI കിട്ടിയ വോട്ട് ഞങ്ങൾ CPMൻ്റെ പെട്ടിയിലേക്ക് ഇടാൻ പോവുകയാണ് എന്നുള്ളത് അവരെന്നെ സമ്മതിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ പാർട്ടി ശരിക്കൊരു വലിയ അംഗീകാരമാണ് തന്നത് എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും പാർട്ടി ഒരു എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് സത്യത്തിൽ ഇതൊരു വശമുള്ള പണിയുമല്ല, ഇങ്ങനെ മലപ്പുറം വളരെ സേഫ് സീറ്റിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആരായത് എന്താ വെച്ചാൽ എന്നെ എതിർക്കാൻ SDPI എൻ്റെ 4 തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അഹമഹി മികയ എനിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു SDPI എടുത്തത്. പക്ഷേ SDPI ആയ ഒരു സ്ഥാനാർത്ഥിനെ തന്നെ മത്സരിക്കാൻ കിട്ടിയത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. അവരുടെ ചിഹ്നം ആ ഒരു ത്രില്ല് ഇപ്പം എനിക്കുണ്ട്. അവരെ അങ്ങനെ വിട്ടുകൂടാ, നേർക്കേറെ അവർ ഈ SDPIനായിട്ടുള്ളതെന്ന് പറയുമ്പോഴേ ആദ്യം മോദി ഇതാണ് കുമ്മന ഷാജി എന്നൊക്കെ വിളിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ CPMന് ഇത് ഇയാൾ വർഗീയതൻ്റെ ആളാണ്, മതത്തിൻ്റെ ആളാണ്, ഇപ്പോൾ ഒരു മതത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് രണ്ട് രീതിയിലും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് അതിന് ഭയങ്കരമായിട്ടൊരു വൈരുദ്ധ്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? വമ്പിച്ച കോൺട്രാഡിക്ഷനാണ്. എന്ന് വെച്ചാൽ എന്നെ ഒരു മതതീവ്രവാദിയാക്കിയിട്ട് കൊണ്ടുവരാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് SDPIയെ ഓർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ എന്നെ മതതീവ്രവാദിയാക്കുക, കാരണം SDPI എന്ന് പറയുന്നൊരു സംഘടന വെച്ചിട്ട്. അപ്പോൾ SDPI ഒന്നുകിൽ ഞാൻ മതതീവ്രവാദിയാവണം, SDPI എക്സ്ട്രീം മതേതരവാദിയാവണം, അതല്ലെങ്കിൽ ആ മതേതരവാദിയാവണം, SDPI മതതീവ്ര. ഈ ഒരു കൺഫ്യൂഷൻ അവർക്കൊന്നും. അതാണ് ഞാൻ പറഞ്ഞത്, അവരെനിക്ക് വേണ്ടി ഒരുക്കി വെച്ച സകല ആയുധങ്ങളും അവർക്ക്. ശരിക്കും KM ഷാജിനെ എല്ലാ അർത്ഥത്തിലും പൂട്ടാൻ CPM കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് ഇതിന്റെ മുമ്പുള്ള എല്ലാ അതിലൊക്കെ ഒരുപാട് കോടതി ഉൾപ്പെടെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതോടൊപ്പം നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത് അന്ന് ഈ വർഗീയ കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടാണ് നികേഷ് കുമാർ വരുന്നത്. അതിനുശേഷം പിന്നെ കാഫർ സ്ക്രീൻഷോട്ട് വരുന്നു, പിന്നെ ഫാത്തിമ ദേവിന്റെ. അപ്പോൾ അതൊരിക്കലും ഒരു ജനാധിപത്യ ഇതിൽ സ്വഭാവത്തിൽ ചേർന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്? അല്ല, അതിൽ സതീശൻ പറഞ്ഞ ഒരു കാര്യമാണ് അതിനകത്ത് ഏറ്റവും വലിയ വാചകം. നമ്മളൊക്കെ ഇതങ്ങ് തീരുമല്ലോ, ഒരു ചെറിയ നെഞ്ചുവേദന ഒരു വലി നമ്മൾ തീർന്നു. പക്ഷെ നമ്മുടെ മക്കൾക്കും ജീവിക്കണ്ടേ? ഇനി മക്കൾ ജീവിക്കണ്ട, ഈ സമൂഹം ഇവിടെ ബാക്കി ഉണ്ടാവണ്ടേ?
ഈ മതത്തിൻ്റെയൊക്കെ പേരിലൊക്കെ ആളെ തമ്മിൽ തല്ലിച്ചിട്ട് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഇതുവരെ അവർ മറുപടി പറഞ്ഞു. ഞാൻ അറിയാതെ പോലും ഉറക്കത്തിൽ പോലും മറ്റൊരു മതത്തിനെതിരെ മോശമായൊരു പരാമർശം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയല്ലെന്ന് ഞാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ടും എന്നെ കൊണ്ടുവന്ന് തീവ്രവാദിയാക്കാനുള്ള അതിതീവ്രമായ ശ്രമം നടത്തുക, എന്നിട്ട് അതിനെക്കുറിച്ച് പറയും. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊരു മ്ലേച്ഛമായ ആരോപണമാണ് സത്യത്തിൽ. അവർക്കത് പിൻവലിയേണ്ടി വന്നില്ലേ? ഇത് ഒരു അസഹനീയമായ രാഷ്ട്രീയമാണ്, അപകടകരമായ രാഷ്ട്രീയമാണ്. ഇത് നമുക്ക് ഒരു തരത്തിലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയും. ഈ പൊട്ടിപ്പോകുന്നത് എന്നതിൻ്റെ ഉറപ്പാണ് പേരാമ്പ്രയിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തത്. CPM-ന്റെ എങ്ങനെയെങ്കിലും തുടർഭരണം ഉറപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. പക്ഷേ മുന്നണി ഇപ്പോൾ പ്രചരണം ഏറെക്കുറെ അവസാന ലാപ്പിലാണല്ലോ. എന്ത് തോന്നുന്നു? പ്രചരണം നടക്കുന്നു, പിന്നെ വേങ്ങരയിലെ ഈ ഒരു വേങ്ങരയെക്കുറിച്ചും അതുപോലെ UDFന്റെ പ്രകടനത്തെക്കുറിച്ചും എന്താണ് തോന്നുന്നത്? എനിക്ക് UDF എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെക്കാളും വിശ്വാസമുള്ളത് അസംതൃപ്തമായ ഒരു ലെഫ്റ്റ് കമ്മ്യൂണിറ്റിനെയാണ്. UDF പറയുന്ന സിസ്റ്റത്തിൻ്റെ ബോട്ട് ഈ നമ്മൾ ഡീലിമിറ്റേഷനൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM ഒന്നല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ലെഫ്റ്റിസ്റ്റുകളുണ്ട്. അവർ മുഴുവൻ ഈ സർക്കാരിനെതിരാണ്. അവരൊരു അവസരം പാത്ത് വഴിയാണ്. അത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഉറപ്പെന്നാണ് എൻ്റെ വിശ്വാസം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇക്കുറി LDF ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ UDF ഏത് രീതിയിലായിരിക്കും പ്രകടനം, മികച്ച പ്രകടനം ഉണ്ടാവാൻ സാധ്യത? UDFന് അവകാശവാദമൊന്നുമല്ല, സീറ്റ് അവകാശവാദമൊക്കെ അങ്ങനത്തെ അതിനകത്തൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല. UDF മികച്ച പെർഫോമൻസ് ആയിരിക്കും. ഭരണം UDFനായിരിക്കും. പിന്നെ വേങ്ങരയിലേക്ക് കടന്നു വന്നതിന് ശേഷം വേങ്ങരയുമായിട്ട് ഇടപഴകുമ്പോൾ എന്താണ് തോന്നുന്നത്? വേങ്ങരയിൽ ഭയങ്കര എനിക്കൊരു വലിയ അത്ഭുതമുള്ള കാര്യം യങ്സ്റ്റേഴ്സാണ്. ഇതപ്പോൾ നിങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ ചെറിയ കുട്ടികൾ ഭയങ്കര പൊളിറ്റിക്കലൈസ്ഡ് ആണ് ഇവിടെ. ജെൻസി പിള്ളേർ അവരൊക്കെ ഭയങ്കര മൂഡിലാണ്. എനിക്ക് അത് കണ്ണൂരൊന്നും അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല, ഭയങ്കരമായിട്ട്. പിന്നെ കണ്ണൂരൊക്കെ നമ്മൾ ഒരു CPM-കാരനോട് കൈ കൊടുത്താൽ അവന് കൈ മുറുക്കി പിടിച്ചിട്ട് തെറി പറയുകയും. ഇവർക്ക് ആരോടും എല്ലാവരോടും നമുക്ക് വോട്ട് ചോദിക്കാം. അപ്പോൾ പിന്നെ മറ്റൊരു പാർട്ടീൻ്റെ ഓഫീസിൽ കയറിയിട്ട് വോട്ട് ചോദിക്കാം, അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാം. ഹെൽത്തി പൊളിറ്റിക്സാണ് മലപ്പുറത്തുള്ളത്. എനിക്ക് ലീഗിൻ്റെ നേതാക്കന്മാരുടെ കയ്യിൽ ബഹുമാനം തോന്നുന്നുണ്ട്. അത്രമേൽ ആധിപത്യമുള്ള എത്രയോ പഞ്ചായത്തുകൾ ഇതിനകത്തുണ്ട്. എന്നിട്ട് പോലും അത് സമ്മതിക്കുന്നു. ഒരു പാർട്ടി ഗ്രാമമാക്കാതെ പിന്നെ ഒരു അതെ 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 ബഹുമാനിക്കേണ്ട കാണേണ്ട ഒരു പൊളിറ്റിക്സാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കൂടുതലായിട്ടൊന്നും സമയത്തിന്റെ പരിമിതി ഉണ്ട്. ഏതായാലും നമ്മോടൊപ്പം ചേർന്നതിനും വളരെ നന്ദി അറിയിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.